ബിജെപി UDF ബാന്ധവമാണ് കുമരകത്ത് മറ നീക്കി പുറത്തു വന്നതെന്ന CPIM പ്രസിഡന്റായി തെരഞ്ഞെടുത്ത AP ഗോപി UDF സ്വതന്ത്ര അംഗമാണെന്നും CPIM ജില്ലാ സെക്രട്ടറി TR രഘുനാഥൻ ആരോപിച്ചു. ഇതിനിടെ ഗോപി UDF അംഗമാണെന്ന് തെളിയിക്കുന്ന കൂടുതൽ തെളിവുകളും പുറത്തുവന്നു. കുമരകം പഞ്ചായത്ത് പ്രസിഡന്റായി വിജയിച്ച ശേഷം താൻ സ്വതന്ത്ര അംഗമാണെന്നായിരുന്നു AP ഗോപിയുടെ വാദം. ആരോപണത്തിലൊരു കഥയില്ല. എനിക്കത് സ്വീകരിക്കേണ്ട കാര്യമില്ല. അവരുടെ ആരോപണം. ഞാൻ സ്വതന്ത്രനാണ്. BJP പിന്തുണ വന്നു. CPM ആരെങ്കിലും പിന്തുണ വന്നാൽ അതും സ്വീകരിക്കും. UDF പിന്തുണ വന്നാൽ അതും സ്വീകരിച്ചു. പിന്തുണ വന്നാൽ അവർ സ്ഥാനത്ത് നിർത്തിയില്ല. സ്വതന്ത്രനായിട്ട് തന്നെ. പക്ഷേ വിജയിച്ചതിന് ശേഷം ആഹ്ലാദ പ്രകടനങ്ങളിൽ UDF ജനപ്രതിനിധികൾക്കൊപ്പമാണല്ലോ പങ്കെടുത്തത്. ഗോപിയുടെ വാദം പച്ചക്കള്ളമാണെന്ന് തെളിയിക്കുന്നതാണ് ഈ പോസ്റ്റർ. കുമരകം പഞ്ചായത്തിലെ 2ാം വാർഡിൽ UDF സ്ഥാനാർത്ഥി AP ഗോപിയാണെന്ന് തെരഞ്ഞെടുപ്പ് വേളയിൽ പുറത്തിറക്കിയ പോസ്റ്ററിൽ വ്യക്തമാക്കുന്നുണ്ട്. തീർന്നില്ല, ഇനിയുമുണ്ട് തെളിവുകൾ. വിജയിച്ച ശേഷം UDF ജില്ലാ ബ്ലോക്ക് സ്ഥാനാർത്ഥികൾക്കൊപ്പമാണ് ഗോപി സ്വീകരണ യോഗത്തിൽ പങ്കെടുത്തത്. എത്രയും പ്രിയപ്പെട്ട UDFന്റെ പ്രവർത്തകരെ, ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ച് വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ജയിച്ച എന്റെ പ്രിയപ്പെട്ട സഹോദരൻ വൈശാഖ്, എന്റെ കൂടപ്പിറപ്പ് അലൻ കുര്യാക്കോസ് മാത്യു. കുമരകത്ത് BJPക്ക് പരസ്യമായി കൈകൊടുക്കുകയാണ് കോൺഗ്രസ്. ഇത് മറന്നീക്കി പുറത്തു വന്നിരിക്കുകയാണെന്ന് CPIM ആരോപിക്കുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുൻപ് കേരളത്തിലെമ്പാടും UDF വർഗീയ കക്ഷികളുമായി കച്ചവടമുറപ്പിച്ചിട്ടുണ്ട് എന്ന് പൊതുവിൽ ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ്. അത് NDAയുമായിട്ടും SDP ആയിട്ടും ജമാഅത്തെ ഇസ്ലാമിയായിട്ടും എല്ലാം ആ ബന്ധം മറ നീക്കി പുറത്തു വന്ന സംഭവമാണ് കുമരകത്ത് നിന്നുണ്ടായത്. UDFന്റെ പാനലിൽ മത്സരിച്ച് ജയിച്ച ഒരു സ്ഥാനാർത്ഥിയെ രംഗത്ത് അവതരിപ്പിക്കുകയും കോൺഗ്രസിൻ്റെ അംഗം പേര് പ്രപ്പോസ് ചെയ്യുന്നു, BJPയുടെ അംഗം പിന്താങ്ങുന്നു. അതുവഴി ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് പരസ്യമായി പ്രകടമായി നാം നമ്മുടെ ജില്ലയിൽ കാണുകയാണ്. അതേസമയം വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും BJPയും മത്സരിച്ചു. ഇതോടെ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള LDFിലെ രമ്യ ഷിജോ 8 വോട്ടുകൾ കരസ്ഥമാക്കി കുമരകം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി. എന്തുകൊണ്ട് സമാനമായ രീതിയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ BJPയും കോൺഗ്രസും ഈ സമീപനം സ്വീകരിച്ചില്ലെന്ന ചോദ്യമാണ് ഉയരുന്നത്. സംജിത്ത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.